ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ നമ്മൾ എല്ലാവരും പോകാറുണ്ട്. ഇപ്പൊ നമ്മൾ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ എത്തുമ്പോൾ കവാടത്തോട് ചേർന്ന് മനോഹരമായി പണിതുയർത്തിയിരിക്കുന്ന ഒരു മ്യൂസിയം നമ്മളിൽ പലരും ശ്രദ്ധിച്ചു കാണും, പലരും കയറി കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആ മ്യൂസിയത്തെയാണ്. മ്യൂസിയത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട ജോൺ പ്ലാത്താനത്തച്ഛനാണ്. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, വളരെ മനോഹരമായിട്ട് നമ്മുടെ മെത്രാപ്പൊലിത്തൻ പള്ളിയുടെ കവാടത്തോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒരു മ്യൂസിയം. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഈ മ്യൂസിയം കാണാൻ വളരെ മനോഹരമാണ്. ഒന്ന് കയറി കാണാൻ തോന്നുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിലേക്ക് വരുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് പിതാവിൻ്റെ ജീവിതത്തിലെ പ്രധാന അവസരങ്ങളും ഒക്കെ ഈ ഒരു മ്യൂസിയത്തിനുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്നത്? ഇതിൻ്റെ അകത്തെ ഒരു ചിത്രീകരണം എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ എല്ലാ ആഗ്രഹം അനുസരിച്ച് ഉള്ള ഒരു ക്രമീകരണമാണ് നടത്തിയിരിക്കുക. നമ്മുടെ കവാട്ട് പിതാവിൻ്റെ പേരിലുള്ളതാണ്. പ്രധാന ഭാഗം കവാട്ട് പിതാവിൻ്റെ ആണെങ്കിലും നമ്മുടെ അതിരൂപതയെ പറ്റി പൊതുവായിട്ടും ഒരു ധാരണ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ കൂടുതൽ സജ്ജീകരണങ്ങളെല്ലാം നടത്തിയിരിക്കുക. നമ്മൾ കയറി വരുമ്പോഴാണെങ്കിൽ പിതാവിൻ്റെ വ്യക്തിപരമായ തലത്തിലേക്ക് ഒരു കുടുംബ പശ്ചാത്തലമാണ് അവതരിപ്പിച്ചത്. പിതാവിൻ്റെ വീടിൻ്റെ ഒരു റെപ്ലിക്ക, അതായത് പ്രവിത്താനത്തെ പിതാവിൻ്റെ വീടിൻ്റെ ഒരു റെപ്ലിക്കയാണ്, സാറ്റ് കോപ്പിയാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ അവിടെ നമ്മൾ പിതാവിൻ്റെ വീടുമായി ബന്ധപ്പെട്ട ഫോട്ടോസൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് പിതാവ് സെമിനാരി പോകുന്നതിന് ഒരുങ്ങുന്ന ഫോട്ടോ, അപ്പൻ്റെ അമ്മയുടെ ഫോട്ടോ, അതുപോലെ തന്നെ മെത്രാമ്പട്ടമായിട്ട് വീട്ടിൽ ചിന്തിക്കുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള ഫോട്ടോ, അതുപോലെ പിതാവിൻ്റെ അപ്പം മരിക്കുമ്പോൾ നമ്മൾ ആ വീട് കാണുമ്പോൾ അറിയാം, തെക്ക് വശത്ത് ഇടത്ത് വശത്തൊരു വെള്ള പെയിന്റ് അടിച്ച് കെട്ടിട്ടുണ്ട്, അതിന് തെക്കിനി എന്നാ പറയും. അപ്പം പിതാവ് മെത്രാൻ നിയമനം കിട്ടി റോമിലേക്ക് മെത്രാഭിഷേകം സ്വീകരിക്കാനായിട്ട് പോയ അവസരത്തിൽ അദ്ദേഹം മെത്രാമ്പട്ടമായിട്ടിരുന്ന് ഇനി വീട്ടിൽ താമസിക്കേണ്ടി വന്നാൽ താമസിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കാനായിട്ട് പിതാവിൻ്റെ അപ്പൻ പണിയിച്ചാണ് ഈ വീടിൻ്റെ പ്രധാന ഭാഗത്തോട് ചേർന്നുള്ള തെക്കിനി എന്ന് പറയുന്നത്. അതെല്ലാം അവിടെ എക്സാക്റ്റായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ പിതാവിൻ്റെ ചെറുപ്പകാലത്തെ ഫോട്ടോസും പെയിൻറ്റിങ്സും ഒക്കെ പിന്നെ എഴുത്തിൽ ഫോട്ടോസൊക്കെ ക്രമീകരിക്കുന്നുണ്ട്. പിന്നെ അകത്തോട്ട് വരുമ്പോൾ ഒരു സഭയുടെ തുടക്കം തൊട്ട് നമ്മുടെ ഹൈറാർക്കി സ്ഥാപിതമായിരിക്കുന്നത് വരെയുള്ള ഒരു ചിത്രീകരണമാണ് എഴുതിയത്. തോമാസിയുടെ വരുന്നത് തൊട്ട് 1923 സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിതമാണ്. അതുപോലെ അപ്പസ്തോലിക സഭകൾ, കാത്തലിക്, നോൺ കാത്തലിക് അപ്പസ്തോലിക സഭകളുടെ എല്ലാം ഒരു ചിത്രീകരണമാണ് ആദ്യം നടത്തിയേക്കുക. നമ്മുടെ കേരളത്തിലെ സഭയുടെ ഒരു ചരിത്ര പശ്ചാത്തലമാണ് അവിടെ നമുക്ക് കിട്ടുക. അവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്ന ലവീന്യ മെത്രാനസിൻ്റെ കാലത്ത് നമ്മുടെ രൂപതയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. അദ്ദേഹത്തിന് മാനാനത്തെ സ്വീകരണം കൊടുക്കുന്നതും, അദ്ദേഹം ചങ്ങനാശ്ശേരി പള്ളിയിൽ ആദ്യത്തെ പ്രാദേശിക സീറോ മലബാർ സഭയിലെ ആദ്യത്തെ പ്രാദേശിക സൂനകദോസാണ് ചങ്ങനാശ്ശേരി സൂനകദോസ്. 1988 ജൂൺ 18 തൊട്ട് 20 വരെ നടക്കുന്ന സൂനകദോസ്. അങ്ങനെ അതുപോലത്തെ അദ്ദേഹത്തിന്റെ കാലത്തെ പ്രധാന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ജാതി സംഖ്യവും ഈ തിരുനക്കരയോട്ടോ എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. പല ചരിത്രപരമായ കാര്യങ്ങളോട് ബന്ധപ്പെടുത്തിയുള്ളൂ. അതൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ കണ്ടത് മാക്കീൽ മെത്രാനസിന്റെ കാലമാണ്. മാക്കീൽ മെത്രാനസിന്റെ കാലത്ത് അദ്ദേഹം ജ്ഞാനായ സമൂഹമായിരുന്നു, ആ സമുദായത്തിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടന്ന പ്രധാന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡെക്കറേറ്റ് പുസ്തകം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഓരോ സഭയ്ക്കും പ്രാദേശിക സഭയ്ക്കും ഓരോ നിയമപുസ്തകമുണ്ട്. പൊതു നിയമത്തിൽ നിന്നും ഓരോ സഭയ്ക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടും. അപ്പം അദ്ദേഹമാണ് ഡെക്കറേറ്റ് പുസ്തകം എന്ന് പറയുന്നത്. ഈ പുസ്തകം സീറോ മലബാർ സഭയിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ് മാർഗമറിയിപ്പ് സമാജം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. എന്നോട് അദ്ദേഹത്തെ തുടർന്ന് വരിക ചമ്പക്കുളത്തുകാരനായ പുതിയാളശ്ശേരി പിതാവിൻ്റെ കാലഘട്ടമാണ്. അറിയാം, നമ്മുടെ ആരാധന സഭയുമായിട്ട് SBS കോൺഗ്രിഗേഷനൊക്കെ ആയിട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പിതാവാണ്. അത് അവിടെ പിതാവിൻ്റെ കവറുകൾ പതിച്ചിരുന്ന കല്ല്, അതായത് പുതിയാളശ്ശേരി റോമിൽ വെച്ചാണല്ലോ മരിച്ചത്. അപ്പം അവിടുന്ന് 10 വർഷത്തിന് ശേഷം 1935 അദ്ദേഹത്തിൻ്റെ ബംഗാമിയായിരുന്ന കാളാശ്ശേരി പിതാവ് ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ റോമിൽ നിന്നും ചങ്ങനാശ്ശേരി പള്ളിയിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചപ്പോൾ അവിടെ സ്ഥാപിച്ച സ്മാരകശില അത് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് പിതാക്കന്മാരുടെ അനുമതി ഉണ്ടെങ്കിലുള്ളൂ കവറിൽ സ്മാരകശിലയൊക്കെ വെക്കാൻ സാമതിക്കുമായിരുന്നുള്ളൂ. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ അതുപോലെ നമ്മുടെ പിതാവിൻ്റെ കാലത്ത് നോക്കുന്ന പ്രധാന സംഭവമാണ് 1921 പുനരേക്കും. നമ്മൾ ഈ പുനരേക്കും എന്ന് പറയുമ്പോൾ മലങ്കര പുനരേക്ക് 1930 നമ്മൾ സാധാരണ കേൾക്കുക. അതിന് ഒരു പുനരേക്കും നടന്നിട്ടുണ്ട്. മലങ്കര ജ്ഞാനായ സമൂഹത്തിൽ നിന്നൊരു ചെറിയ പുനരേക്കും ചങ്ങനാശ്ശേരി ഒരു കേന്ദ്രീകൃതമായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ട കാളാശ്ശേരി പിതാവിൻ്റെ പ്രഗത്ഭനായ കാളാശ്ശേരി പിതാവിൻ്റെ കാലഘട്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആ വിദ്യാഭ്യാസ പ്രവർത്തനവും നമ്മുടെ സ്കൂള്
സ്കൂളുകൾ സബ്സിഡി പിടിച്ചെടുക്കാൻ വന്നപ്പോൾ അതിനെതിരെ അത് നടത്തിയ സമരങ്ങൾ കൂടുതൽ നേതൃത്വമൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം അന്ന് 123 നമ്പർ ഇടയലേഖനം വലിയ അണുബോംബ് ആധ്യാത്മിക അണുബോംബ് എന്നാണ് വിശേഷിപ്പിക്കുക. അങ്ങനെ അദ്ദേഹം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ അൽഫോൻസാമയായിട്ട് കാളാശ്ശേരി പിതാവിനുള്ള ബന്ധം. അൽഫോൻസാമയെ രോഗം കാരണം അടുത്തിൽ നിന്നും പറഞ്ഞുവിടാനായിട്ട് ഒരുങ്ങിയപ്പോൾ കാളാശ്ശേരി പിതാവ് ചെന്ന് കണ്ട് അവളോട് കടന്നു വരിക്കണം ഷോട്ടെ എന്ന് പറഞ്ഞ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെയിന്റിങ്ങിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു വരുന്ന സ്പേസിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുക നമ്മുടെ നിധിരി മാണിക്കത്തനാരെ പറ്റിയുള്ള നമ്മുടെ ആദ്യത്തെ വികാരി ജനറലാണ്. ഒരു വലിയ ശക്തനായ സഭാസ്നേഹിയും സഭയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ സ്വയം ഇല്ലാതായി തീർന്നൊരു വ്യക്തിത്വമാണ് നിധിരിക്കൽ മാണിക്കത്തനാർ. വലിയ പ്രഗത്ഭനാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കാലത്ത് ദീപിക തുടങ്ങുന്ന ദീപിക നമ്മുടെ നസ്രാണി ദീപികളുണ്ട് പത്രം ഒക്കെ തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിലാണ്. ജാതിക്ക് സംഗതി നമ്മുടെ സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടിയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് കാണുന്നത് ഈ പിതാവിൻ്റെ കാലത്തെ ഈ ഒരു ഡൈലോമകൾ എന്ന് പറയും. ഡൈലോമകൾ ഞങ്ങളുടെ നമ്മൾ മനസ്സിലാക്കിയ ടാബ്ലോകൾ. പിതാവിൻ്റെ കാലത്തെ പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങൾ ആദ്യത്തെ ടാബ്ലോ എന്ന് വെച്ചിരിക്കുന്നത് പിതാവിൻ്റെ ചന്തസന്ദർശനം. അതുകൊണ്ട് പിതാവ് ചങ്ങനാശ്ശേരി കത്തപ്പള്ളി വരുമ്പോൾ ഇടയ്ക്ക് ചങ്ങനാശ്ശേരി മീൻചന്തയിലൊക്കെ പോയി ഒരു വർത്തമാനം പറയുന്ന ഒരു ഡൗൺ ടു എർത്ത് അജപാലകനായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സന്ദർശനത്തിൻ്റെ ചിത്രീകരണമാണ് ടാബ്ലോ മോഡലിലാണ് അവിടെ ക്രമീകരിച്ചിരിക്കുക. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ പിതാവിൻ്റെ വൈദിക വസ്ത്രം കാസക്ക് എന്ന് പറയുന്ന വൈദിക വസ്ത്രം നമ്മൾ കാണുന്നത്. പിന്നെ കുറേ ഫോട്ടോകളാണ്. പിതാവിൻ്റെ ആദ്യത്തെ ആ ഒരു സെക്ഷൻ മുഴുവൻ പിതാവിൻ്റെ പട്ടാഭിഷേകം മീൻസ് മെത്രാനായിട്ടുള്ള അഭിഷേകത്തിൻ്റെ ഫോട്ടോസാണ്. ടീച്ചർ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞുള്ള റിസപ്ഷൻസ് അതിന് കാവട്ട് പിതാവ് ചങ്ങനാശ്ശേരി കത്തീഡ്രലാണ് അദ്ദേഹത്തിൻ്റെ കത്തീഡ്രലിലേക്ക് ഔദ്യോഗികമായിട്ട് പ്രവേശിക്കുന്നതും പിന്നെ ആ സന്തിനോട് ചേർന്നുള്ള സ്വീകരണങ്ങളുടെയൊക്കെ ഫോട്ടോസാണ് ആ ഒരു സെക്ഷനിൽ ക്രമീകരിച്ചിരിക്കുക. ആ സിക്സാഗ് മോഡൽ. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പിതാവ് കുറേ വിശിഷ്ടരായ വ്യക്തികളോടൊപ്പം നിൽക്കുന്നതാണ്. പ്രത്യേകിച്ചും 3 മാർപ്പാപ്പന്മാരോടൊപ്പം നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഔറേലിയസ് അദ്ദേഹം ദേവദാസനാണ്. പിന്നെ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളോടൊപ്പം നിൽക്കുന്നു. ഫുൾട്ടൻ ജഷീന് ഗിരി പിന്നെ ഓറിയൽ കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റുമാരായിരുന്ന കർഡിനൽ ടിസറൈൻ ഫുൾട്ടൻ ഫൂസ്റ്റൻബർഗ് കുറേ ഫോട്ടോസിൻ്റെ. മുന്നോട്ട് വരുമ്പോൾ നമ്മൾ മറ്റൊരു ഡൈലോമ പിള്ളേരെ കൂടുതൽ പിതാവിനെ പറ്റി അറിയാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ടാബ്ലോ മോഡൽ പ്രസൻറ്റേഷനൊക്കെ. പിതാവിൻ്റെ ഈ കുട്ടികളുമായിട്ടുള്ള ഒരടുപ്പത്തെ കാണിക്കുന്ന പിതാവിന് ഒരു അംബാസഡർ സാധാരണ പിതാവ് ഉപയോഗിച്ചത് കാറാണ്. അപ്പം അമേരിക്കയിൽ സന്ദർശനാവസരത്തിൽ അവിടുത്തുകാർക്ക് ഭയങ്കര അടുപ്പമുള്ളവരാണ് ഇവിടുള്ള കാത്തലിക്സ്. അവർ പിതാവിനൊരു ഷെവർലെ ഇംപാല കാർ കൊടുത്ത് പിതാവ് വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ആ കാറിൽ ചങ്ങനാശ്ശേരി വെല്ലുവിളിയിൽ വല്ല കാര്യത്തിനും വന്നാൽ പിതാവിന് താല്പര്യമില്ല, എന്നാലും വല്ല അത്യാവശ്യം വന്ന് ഉപയോഗിക്കേണ്ട വന്നാൽ പിള്ളേർ കാറ് കാണാൻ കൊടുക്കുക. അന്നൊക്കെ കാറ് എന്ന് പറയുന്ന ഒരു അപൂർവ വസ്തുവാണ്. ഇംപാല കാർ എന്ന് പറഞ്ഞാൽ അതിലും അപൂർവമാണ്. അപ്പോൾ ഇത് തൊട്ട് നോക്കാൻ ഇതിൻ്റെ അകത്തെ ഉൾക്കാഴ്ചകൾ എന്നാന്ന് കാണാനൊക്കെ പിള്ളേർ വന്നിട്ട് നോക്കുമ്പോൾ ഡ്രൈവർ തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. അപ്പോൾ അദ്ദേഹം വഴക്ക് പറയും. പിള്ളേർ നമ്മൾ ഈ സിനിമയിൽ കണ്ടു പിള്ളേരെ കാറിലെടുത്ത് ഡ്രൈവർ ഓടിച്ചു. പിള്ളേരിങ്ങനെ ഓടി പോകുമ്പം ഈ പിതാവിന് ഭയങ്കര വിഷമമാണ്. പിതാവ് ഡ്രൈവറോട് പറഞ്ഞിട്ട് പിള്ളേരെല്ലാം വിളിക്കാൻ പറയും. അവിടെ കൂടി നിൽക്കുന്ന പിള്ളേരെല്ലാം വിളിച്ച് കാറൊക്കെ ഇട്ടിട്ട് മാമൂട് ഒരു കുറുമനാടൻ വരെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ പറയും. അപ്പം അങ്ങനെ പിതാവ് ഈ കാറൊക്കെ വരുമ്പോൾ പിതാവ് പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് കാറൊക്കെ കറങ്ങാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ചിത്രീകരണമാണ് അവിടെ നടക്കുക. പിന്നീട് സെഷൻ മുഴുവൻ ഒരു ആർട്ട് ഗാലറി പോലെ പിതാവിൻ്റെ ജീവിതത്തിലെ ഈ സെമിനാരി ചേരുന്നത് കോളേജിൽ ചേരുന്നത് പിതാവ് കോളേജിൽ എസ് പി കോളേജിലാണ് പറഞ്ഞല്ലോ. അപ്പം ആദ്യം എസ് പി കോളേജിൽ ആദ്യത്തെ ബാച്ചിലെ ഒരാളാണ് KC മാത്യു കാവുകാട്ട്, നമ്മുടെ കാവട്ടൊരാൾ. അങ്ങനെ സെമിനാരി ചേരുന്നത് പട്ട വയ്ക്കുന്നത് അച്ഛനായിരിക്കുന്ന കാലഘട്ടത്തിൽ ശുശ്രൂഷകൾ മെത്രാനായ കാലത്ത് ശുശ്രൂഷ ഇങ്ങനെ കുറച്ചേറെ സംഭവങ്ങളുടെ പെയിൻറ്റിങ്സാണ്. പിന്നെ അതിൻ്റെ മറുവശം പിതാവ് വത്തിക്കാൻ കൗൺസിൽ പങ്കെടുക്കുന്നത് സഭയിലെ ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്നായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ 1962 മുതൽ 65 വരെ നടന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പിതാവ് പങ്കെടുത്തിരുന്നു. നമ്മുടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ മുകളിൽ പിതാവിൻ്റെ ആ ഡോറിൽ ഇതിൽ പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ മത്തേയൂസ് കാവുകാട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി എന്നുള്ള ഒരു പാർട്ടിസിപ്പൻ്റ് എന്ന നിലയിൽ. പിന്നെ പിതാവ് വത്തിക്കാൻ കൗൺസിൽ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കുറച്ച് പിന്നെ അടുത്ത ഫോട്ടോ സെഷൻസ് ആണ് ഇതിൽ വരുന്നത്. ആദ്യ ഭാഗം മദർ അന്ന ഡെങ്കൽ, ഒരു യൂറോപ്യൻ സിസ്റ്ററാണ്, മെഡിക്കൽ മിഷൻ സിസ്റ്റർ. അപ്പം ചെത്തിപ്പുഴ ആശുപത്രി പിതാവ് ഒത്തിരി ആതുര ശുശ്രൂഷ മേലെ ശ്രദ്ധിച്ചയാളാണ്. അപ്പം ചെത്തിപ്പുഴ ആശുപത്രി തുടങ്ങുവാനായിട്ട് അവരെ കൂടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ചർച്ചകളൊക്കെ ആയിട്ട്
അസിസ്റ്റന്റ് മദർ അന്ന ഡഗ്ഗലിനെ സ്വീകരിക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസ്. തുടർന്ന് നമ്മൾ കാണുന്നത് പിതാവിൻ്റെ ടിസറൻ പിതാവ് കേരളത്തിൽ 1953 അപ്പം പിതാവിന് കൊടുത്ത സ്വീകരണം അരമനയിലും കുട്ടനാട സന്ദർശനങ്ങളും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പിതാവിൻ്റെ ആജപാലന സന്ദർശനങ്ങളുടെ ഒരു സെഷനുണ്ട്. പ്രത്യേകിച്ചും ഹൈറേഞ്ച് മേഖലയും തെക്കൻ മേഖല, തെക്കൻ മേഖല മീൻസ് ഇന്നത്തെ തക്കല രൂപ പിതാവിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് രൂപ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ ഫോട്ടോസിലൂടെ. പിന്നെ പിതാവ് ഔദ്യോഗികമായിട്ടും പിതാവിൻ്റെ അധികാരികളായിട്ടുള്ളവരെ കാണുമ്പോൾ കാർഡിനൽസും മാർപ്പാപ്പയെ കാണാൻ പോകുന്ന അവസരങ്ങൾ ധരിച്ചിരുന്ന പ്രത്യേകമായ ഒരു ലോവയും കുപ്പായമുണ്ട്, മേൽക്കുപ്പായമുണ്ട്, അതവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ പിതാവിൻ്റെ ഊന്നുപടി, അതായത് അവസാന കാലമായപ്പോൾ പിതാവ് ഒരു ഊന്നുപടി മുറിയിൽ ഉപയോഗിക്കുമായിരുന്നു. പ്രത്യേകിച്ചും ആരോഗ്യപരമായ പ്രശ്നത്താൽ പിതാവ് വേച്ചു പോകുമ്പോഴും ഒരു നിലമായിട്ട് അതൊക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ പിതാവ് ഉപയോഗിച്ച കുറേ വസ്തുക്കളുണ്ട് നമ്മുടെ പിതാവിൻ്റെ വെപ്പുപല്ല്. കാരണം ക്യാൻസർ സർജറി തുടർന്ന് പിതാവിൻ്റെ പല്ല് എടുത്ത് കളഞ്ഞായിരുന്നു. അപ്പം അതിൽ പിതാവിൻ്റെ വെപ്പുപല്ലുകൾ, പിന്നെ പിതാവ് ഉപയോഗിച്ച ഹാൻഡ് ബാഗ്, പിതാവിൻ്റെ ഷൂസ്, പിന്നെ പിതാവിൻ്റെ പാസ്പോർട്ടുകൾ, പല കാലഘട്ടങ്ങളിലുള്ള പാസ്പോർട്ടുകൾ, തീരുമാനത്തിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോഴും വിദേശ സന്ദർശനങ്ങളിലൊക്കെ പിതാവിൻ്റെ പാസ്പോർട്ട് വേണം. അപ്പോൾ ആ പാസ്പോർട്ടുകൾ പല കോപ്പികളിലൂടെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ പിതാവിൻ്റെ വിവിധതരം തൊപ്പികൾ, അച്ഛനായിരുന്നപ്പോൾ മെത്രാനായിരുന്നപ്പോൾ കറുത്ത മുക്കോൺ തൊപ്പി, ഇന്നത്തെ ലത്തീൻ രീതി അനുസരിച്ചുള്ള തൊപ്പികളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും. പിന്നെ പിതാവിൻ്റെ എഴുത്തുകൾ, പിതാവ് ഫോറിനിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ചും ജർമ്മനി, അമേരിക്ക പോകുമ്പോഴൊക്കെ അവിടുത്തെ വിശേഷങ്ങൾ പിതാവ് വീട്ടിലേക്ക് അനിയൻ കുഞ്ഞുവർക്കി ചേട്ടൻ എഴുതുമായിരുന്നു. അപ്പം അങ്ങനെ എഴുതിയ എഴുത്തുകളുടെ ഒരു ശേഖരമുണ്ട്. പിന്നെ പിതാവ് ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ചെയ്തത് വൈദിക ശുശ്രൂഷ സമയത്തുണ്ടായിരുന്നത് SB കോളേജിൽ. അപ്പം വൈദികനായിട്ടും മെത്രാനായിട്ടും SB കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഫോട്ടോസ് ക്രമീകരിക്കുന്നുണ്ട്. പിന്നെ പോകുന്ന ഒരു ഡൈലോമയാണ്. ഡൈലോമ മീൻസ് ടാബ്ലോ. പിതാവിൻ്റെ ഒരു ജൂബിലി, പിതാവിൻ്റെ പൗരോഹിത്യ രജത ജൂബിലി, പൗരോഹിത്യ രജത ജൂബിലി അവസരത്തിൽ ചങ്ങനാശ്ശേരി എന്ന തലയെടുപ്പുള്ള രൂപതയാണ്. അതിരൂപത ആഘോഷിക്കാനായിട്ട് ഒരുങ്ങി നിന്ന പിതാവ് പറയാം, എൻ്റെ പേരിൽ ആഘോഷിക്കാൻ വേണ്ടി ഇനി ആഘോഷത്തിനായിട്ട് നിങ്ങൾ കരുതിയിരുന്ന തുക കൊണ്ട് വീടില്ലാത്ത വീട് വെച്ച് കൊടുക്കണം. അങ്ങനെ വീട് വെച്ച് കൊടുക്കുന്ന വീടുകളുടെ ആൽബമായിരിക്കും, ഫോട്ടോ ആൽബമായിരിക്കും എൻ്റെ ജൂബിലി സമ്മാനം. അപ്പോൾ ഭയങ്കര ഒരു എന്താണ് മൂവ്മെൻറ്റിന് തുറക്കം കുറിച്ചു. ഒത്തിരി വീടുകൾ, കാരണം കൗട്ടുകാർ കൽപ്പന ഇട്ടാൽ എല്ലാവരും അത് ഹൃദയത്തിലേറ്റും. ചങ്ങനാശ്ശേരിക്കാർ പിതാവിൻ്റെ കാര്യമാണെങ്കിൽ അപ്പുറത്തേക്കില്ല. അപ്പം അത് മുഴുവൻ ആ ഒരു ആഘോഷത്തിനായി സംഭരിച്ച തുക മുഴുവൻ ഇങ്ങനെ എല്ലാ ഇടവകളും വീട് വെച്ച് കൊടുക്കണം. അപ്പം ആദ്യത്തെ വീട് ചങ്ങനാശ്ശേരി പറാലാണ്, പിതാവാണ് കല്ലിട്ടതും വെഞ്ചരിച്ചതും. അങ്ങനെ ആ ഒരു വീട് വെഞ്ചരിപ്പിൻ്റെ ഒരു ഡയഗ്രാമിയാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നീട് കേരള ഗവൺമെൻറ് ഇത് ഇട്ടെടുക്കുന്നു. കേരള ഗവൺമെൻറ് ലക്ഷം വീട് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞ പിതാവിൻ്റെ ഈ ജൂബിലി ആഘോഷത്തിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ്. പിന്നെ പിതാവ് നമ്മൾ പറഞ്ഞ ഫോട്ടോസിൻ്റെ ഒരു ശേഖരമാണ്. അത് പിതാവ് 1952 തോമസ് ലീഹായുടെയും ഫ്രാൻസിസ് സേവ്യറുടെയും ഭാരത പ്രവേശന ജൂബിലിയോടനുബന്ധിച്ച് നടന്ന ആ ഒരു ജൂബിലി ആഘോഷത്തിൻ്റെ കോർഡിനേറ്റർമാരുടെ ഒരാളായിരുന്നു പിതാവ്. അപ്പം അതിൽ പിതാവിൻ്റെ അതുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്. കാരണം ആദ്യം റോമിൽ നിന്ന് വരുന്ന ആ ഒരു ബൂളായിൽ ഇതിൻ്റെ ആഘോഷ സംബന്ധമായ ആ ഒരു കൽപ്പനയിൽ തോമസ് ലീയുടെ പേരില്ല. അത് സീറോ മലബാർക്കിടയിൽ ഭയങ്കര അസ്വസ്ഥതയുണ്ടാക്കി. പ്രത്യേകിച്ചും കണ്ടെത്തി പിതാവിനൊക്കെ ഭയങ്കര വിഷമായിരുന്നു. ഹൈരാർക്കിയുടെ തലത്തിൽ കണ്ടെത്തി പിതാവായിരുന്നു അവിടെ ദുരിതാമെത്താൻ. അപ്പം ആ ഒരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് കബോട്ട് പിതാവിൻ്റെ വളരെ നയപരമായ ഇടപെടലാണ്. റോമിലേക്ക് തിരിച്ചെഴുതുകയും ബൂള തിരിച്ചു വിളിപ്പിച്ച് തോമസ് ലീയുടെ പേരിൽ ചേർത്ത് അങ്ങനെ എല്ലാവർക്കും സന്തോഷമാകുന്ന രീതിയിൽ അവർ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് അതിൻ്റെ ആ ആഘോഷങ്ങൾ കാർഡിനൽ ഗിൽറോയ്, ഓസ്ട്രേലിയൻ കാർഡിനൽ ഗിൽറോയ് ആണ് പ്രധാന അതിഥിയായിട്ട് വന്നത്. അതിൻ്റെ ചിത്രീകരണങ്ങളെല്ലാം നടന്നു. പിന്നെ നമ്മൾ പിതാവ് അരമന ഉപയോഗിച്ചിരുന്ന ഒരു കസേര. അടുത്ത സ്ഥലത്ത് നമ്മൾ കാണുന്നത് പിതാവിൻ്റെ സ്ഥാനിക മുദ്രകളാണ്. പിതാവിൻ്റെ നിയമന പത്രം, ബൂള എന്നതിനെ പറ്റി പറയുന്നത്. ബൂളായും പിന്നെ പിതാവിൻ്റെ കുരിശുമാല, പിതാവിൻ്റെ മോതിരം, ഈ 3 കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. പിതാവിൻ്റെ ആദ്യമായിട്ട് അദ്ദേഹം 1950 SB കോളേജിൽ വെച്ചാണ്, SB കോളേജ് ചാപ്പലി വെച്ചാണ് ഈ ഡിക്ലറേഷൻ നടക്കുന്നത്. ഇവിടെയാണല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അരമനയിൽ നിന്നും അഡ്മിനിസ്ട്രേറ്ററും വെച്ച കോളേജ് ചാപ്പലിൽ വെച്ചാണ് പിതാവിൻ്റെ മോതിരം ഇടിക്കുന്നതും മാലയിടിക്കുന്നതും സാക്ഷ എന്ന് പറയുന്ന ചുമല അരക്കെട്ടുള്ളത് മരക്കെട്ടുന്നത് കിട്ടിക്കുന്നത്. ആ സാക്ഷൊക്കെ നമ്മളോട് സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
പിതാവിൻ്റെ രോഗാവസ്ഥയിൽ ഉപയോഗിച്ചത് ഒരു ബെൽറ്റ് ഉണ്ട്. അപ്പം ആ ഒരു ബെൽറ്റൊക്കെ നമ്മൾ ഇവിടെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിതാവിൻ്റെ കുർബാനയാണ് ഉപയോഗിക്കുന്നത് കാസേൻ്റെ കാസ. അത് പിതാവ് കാലം ചെയ്ത് അടക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു കൊച്ചുമകനുണ്ട്, മകൻ്റെ മകൻ, അത് ജോർജ് കാവുകാട്ട്. എല്ലാ വർഷവും ഇവിടെ പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ വരാറുള്ളൂ. അപ്പം അച്ഛൻ മിഷണറിയായിട്ട് MST സൊസൈറ്റിയിൽ അംഗമാണ്. അപ്പം അച്ഛനെയാണ് ഏൽപ്പിച്ചത് പടിയറ പിതാവ്. അപ്പം അപ്പാപ്പനാണല്ലോ കാവുകാട്ട് പിതാവ്. അപ്പം കൊച്ചുമൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കും. പിന്നീട് അച്ഛനത് മ്യൂസിയത്തിലേക്ക് തിരികെ. പിന്നെ പിതാവ് ഉപയോഗിച്ചിരുന്ന ഒരു ബൈബിൾ വ്യക്തിപരമായി മാർഗമാറ്റി കാവുകാട്ടുനിന്ന് പ്രിന്റ് ചെയ്തിരുന്ന ഒരു ബൈബിളുണ്ട്, ബൈബിൾ കൊണ്ട് സൂക്ഷിക്കുന്നുണ്ട്. അവിടെ ആ സെക്ഷനിൽ കുറച്ച് ഫോട്ടോസ് ഉള്ളത് പിതാവ് 1968 വടവാസനേരി ഉദ്ഘാടനം ചെയ്യാനൊക്കെയായിട്ട് കർണൽ ഫൂസ്റ്റൻബർഗ് റോമിൽ നിന്ന് വന്നപ്പോൾ റിസപ്ഷൻസ്. അപ്പോൾ വടവാസനേരി ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോസ് ഉണ്ട്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന റിസപ്ഷൻ്റെയും ഫോട്ടോസ്. പിന്നെ നടന്നത് പിതാവ് 3 ലിറ്റർജിക്കൽ സെറമണീസിൽ കാർമ്മികത്വം വഹിക്കും. ഒന്ന് സിസ്റ്റേഴ്സിൻ്റെ വ്രതവാഗ്ദാനത്തിന് കാർമ്മികത്വം വഹിക്കുന്നത് ചങ്ങനാശ്ശേരി മണ്ഡലത്തിലെ CMC സിസ്റ്റേഴ്സിൻ്റെ വ്രതവാഗ്ദാനത്തിന് കാർമ്മികത്വം വഹിക്കുന്ന അവൻ്റെ കുറച്ച് ഫോട്ടോസ്. അടുത്തത് ഒരു പള്ളി കുദാശ, അതിലെ കുറേയേറെ ഫോട്ടോസ്. മിക്കവാറും തന്നെ എല്ലാ ആംഷൻസിൻ്റെയും എല്ലാ കർമ്മത്വത്തിൻ്റെയും ഫോട്ടോ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പിതാവിൻ്റെ പൗരോഹിത്യവട്ട കൊടികൾ ശുശ്രൂഷ, പട്ടമട ശുശ്രൂഷയുടെ ഒരു ഏതാണ്ട് എല്ലാ ഫോട്ടോസും ഒരു കളക്ഷൻ നമുക്കുണ്ട്. പിന്നെ നമ്മൾ കാണും പിതാവ് ഉപയോഗിച്ചിരുന്ന കട്ടിലാണ്. ഈ കട്ടിൽ കിടന്ന പിതാവ് കാലം ചെയ്തു. അപ്പം ചങ്ങനാശ്ശേരി സൂക്ഷിച്ചിരുന്നതാണ്. അത് നമ്മളിവിടെ കാണുവാനായിട്ടുള്ള ക്രമീകരണം ചില്ലൂരിൽ സൂക്ഷിച്ചു. പിന്നെ നമ്മൾ പിതാവ് എൻ്റെ ചാരികസേന, പിതാവിൻ്റെ ജീവിതമായിട്ട് ഒത്തിരിയേറെ ബന്ധമുള്ള ചാരികസേന. കാരണം ഒത്തിരിയേറെ വിഷമം വരുന്ന അവസ്ഥകളിലെല്ലാം പിതാവ് ഒരു കൊന്തയായിട്ട് പോയി ആ ചാരികസേനയിൽ ഇരിക്കുമായിരുന്നതാണ് ശുശ്രൂഷിച്ചിരുന്ന. അത് പിതാവിൻ്റെ ചേട്ടൻ്റെ മക്കളായിരുന്നു. പിതാവ് രോഗാവസ്ഥയിലേക്കായി കഴിഞ്ഞ് ശുശ്രൂഷ കാരണം പതിവായിട്ട് കൂട്ടുകിടക്കാനൊക്കെ വന്നുകൊണ്ടിരുന്നത്. തോമാച്ചായനും പാപ്പച്ചായനാണ് പിതാവ് മരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ആ മുറിയിലുണ്ടായിരുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ പിതാവിൻ്റെ മരണവുമായിട്ടുണ്ട്. പിതാവിൻ്റെ മരിച്ച മൃതദേഹം ഔദ്യോഗികമായിട്ട് വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ഒരുക്കി കിടത്തിയപ്പം മുതൽ മൃതദേഹം കത്തീഡ്രൽ പള്ളിയിൽ മൻബഹായിൽ കബറടക്കുന്നോടം വരെയുള്ള ഫോട്ടോസ് എല്ലാം ഉണ്ട്. അതെല്ലാം ഓരോ സംഭവത്തിൻ്റെ വിശിഷ്ടതയിൽ കാണാൻ വരുന്നു. ലിറ്റർജിക്കൽ ആരാധനക്രമ സംബന്ധമായ കാര്യങ്ങളുടെ എല്ലാ ഫോട്ടോസും നമ്മളിവിടെ കാണിയിരിക്കുന്നു. പിന്നീട് പിതാവിൻ്റെ കത്തീഡ്രൽ പള്ളിയിലെ മൻബഹായിൽ പിതാവിൻ്റെ കബറിലുണ്ടായിരുന്ന ആ സ്മാരകശില. ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ പിതാവിൻ്റെ ഒരു പല കാലഘട്ടങ്ങളിലുള്ള ഫോട്ടോസ്, 10s, 20s, 30s, 40s, 50s, 60s അങ്ങനെ 6 ഫോട്ടോസ് ഈ ദശാബ്ദങ്ങളിലൂടെയുള്ള അതിൻ്റെ വളർച്ചയുടെ ഒരു രസകരമായ അവതരണമാണ്. നമ്മൾ താഴത്തും കുറച്ച് സെക്ഷൻ ഇത് 1ാം നിലയിലാണ് പിതാവിൻ്റെ മ്യൂസിയം പ്രധാനമായിട്ടും എടുക്കുക. താഴത്തെ നിലയിൽ പിതാവിൻ്റെ കുറച്ച് കാര്യം പിതാവിൻ്റെ പല അവസരവും പിതാവ് അങ്ങനെ തുറന്ന് ചിരിക്കുമായിരുന്നു. അങ്ങനെ അവൈലബിളായിട്ടുള്ള പിതാവ് ചിരിക്കുന്ന കുറേ ഫോട്ടോസ്. പിന്നെ ചെത്തിപ്പുഴ ആശുപത്രി തുടങ്ങിയത് പിതാവാണ്. ഇപ്പം പിന്നെ സഭയ്ക്ക വേദികളിലെ പിതാവിൻ്റെ ഒരു സാന്നിധ്യമൊക്കെ കാണിക്കുന്ന കുറേ ഫോട്ടോസ്. പിന്നെ വിശുദ്ധ പിതാവിൻ്റെ വിദേശ സന്ദർശനങ്ങൾ ഇതെല്ലാം അവിടെ ഉൾക്കൊള്ളിക്കുന്നതാണ്. പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ കാണുന്നത് പിതാവിൻ്റെ ജീവിത ഇടങ്ങളിലൂടെയുള്ള യാത്ര. വീട് തൊട്ട് ചങ്ങനാശ്ശേരി മെത്രോപൊലിത്തൻ പള്ളി വരെ, പിതാവ് ജനിച്ച വീട് തൊട്ട് കബറടങ്ങിയ മെത്രോപൊലിത്തൻ പള്ളി വരെയുള്ള ഇടങ്ങളിലൂടെ. കാരണം വീട്, പറവത്താനം പള്ളി, പിന്നെ നമ്മുടെ സെൻറ് തോമസ് കോളേജ്, സെൻറ് തോമസ് ഹൈസ്കൂൾ ആലപ്പുഴ പഠിച്ച സ്കൂളിൽ നടന്നത്. പിന്നെ നമ്മുടെ ഇന്റർമീഡിയറ്റ് പഠിച്ച SP കോളേജ് തുടക്കം അത് പാറേപ്പള്ളിയിലായിരുന്നു ആദ്യത്തെ 3 വർഷം. പിന്നെ മഹാരാജാസ്, തിരുവനന്തപുരം മഹാരാജാസ്, എറണാകുളമല്ല തിരുവനന്തപുരം മഹാരാജാസ് കോളേജ്. പിന്നെ നമ്മുടെ കോട്ടയം മെയിൻ സെമിനാരി, മംഗളപുഴ സെമിനാരി, പിന്നെ SB കോളേജ്. ഇതിനിടയ്ക്ക് ചെറിയ വർഷങ്ങളിലൊക്കെ പിതാവ് സെൻറ് ഡൊമിനിക്സിലും പൂഞ്ഞാർ, കേംബ്രിഡ്ജിലൊക്കെ വർക്ക് ചെയ്യുന്നു. പ്രധാനമായിട്ട് ഇടങ്ങളിലൂടെ ഒരു പ്രസന്റേഷൻ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചാവറേച്ചൻ കവട്ട് തോന്നുന്നുണ്ട്. കാരണം ചാവറേച്ചൻ നാമകരണ നടപടികൾ തുടങ്ങിയിരുന്നത് കവാട്ട് പിതാവാണ് 1955. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളും ഫോട്ടോസും ഒക്കെ താഴത്തെ ഒരു സെക്ഷനിലുണ്ട്. പിന്നെ പിതാവിൻ്റെ ഈ എക്സിമേഷൻ നടത്തിയിട്ടുള്ളത്, അതായത് ഖബർ തുറക്കും, നാമ നടപടിയുടെ ഭാഗമായിട്ട് ഖബർ തുറക്കും ഔദ്യോഗികമായിട്ടും പിതാക്കന്മാരുടെയും ഈ നമ്മുടെ ഡോക്ടർമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ. അങ്ങനെ തുറന്നപ്പോൾ കിട്ടിയ ആ സംഭവങ്ങളുടെ തുറക്കുന്നതിൻ്റെയും പരസ്യമടക്കുന്നതിൻ്റെയും വീണ്ടും ഖബറടക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങളാണ് താഴെ വീക്ഷിക്കുക. പിന്നെയുള്ള 2 ഭാഗം, ഒന്ന് പിതാവിട്ടുതാൻ തുടർന്ന് വന്ന പടിയറ പിതാവും
അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നടന്ന നമ്മുടെ രൂപതയിൽ നടന്ന അതിരൂപതയിൽ നടന്ന പ്രധാന സംഭവങ്ങൾ. പിന്നെ നമ്മുടെ ബൗദ്ധപിതാവിന്റെ കാലത്ത് 1985 തൊട്ട് 2007 വരെയുള്ള കാലഘട്ടങ്ങളിൽ പിതാവിന്റെ കാലത്ത് നടന്ന സംരംഭങ്ങൾ, ഈ രണ്ട് പിതാക്കന്മാരുടെയും അവരുടെ ഇനിഷ്യേറ്റീവ്സും അതുപോലെ തന്നെ അവരുടെ ഒരു കാലത്തിൽ നടന്ന സംഭവങ്ങളും ഒക്കെ അതിൻ്റെ ഒരു ഡിസ്കഷനാണ്. താഴോട്ട് പോകും. ഒരു ചെറിയ ഒരു മെന്റർഷിപ്പ് പൂർത്തിയായിട്ട് കാവട്ടുകാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ചെറിയ മെന്റർഷിപ്പ്. അതിൻ്റെ മുകളിലത്തെ നിലയാണ് പ്രധാനമായിട്ടും നമ്മളിങ്ങനെ കാവട്ടുകാവിൻ്റെ ഒരു മ്യൂസിയമായിട്ട് ഭാഗമുണ്ട്. താഴത്തെ നിലയിൽ നമ്മൾ വൈസ് പോസ്റ്റലേറ്ററിൻ്റെ ഓഫീസ്, അതുപോലെ തന്നെ ക്യൂറേറ്ററിൻ്റെ മ്യൂസിയം സൂക്ഷിക്കുന്ന ക്യൂറേറ്ററിൻ്റെ ഓഫീസ്, പിന്നെ ഒരു പിതാവ് സുറിയാനി അധ്യാപകനായിരുന്നു. അതുകൊണ്ട് സുറിയാനി പഠന കേന്ദ്രം എന്ന നിലയിൽ ഒരു ഇസ്ലാമിൻ്റെ പഠന കേന്ദ്രം പിന്നെ മെന്റർഷിപ്പ്, പിന്നെ ഒരു ചെറിയ മീഡിയ റൂമായിട്ട് പിതാവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളൊക്കെ വീഡിയോ ആയിട്ട് കാണിക്കാനായിട്ട് കുഞ്ഞുപിള്ളേരൊക്കെ സ്കൂളുകളിൽ നിന്നൊക്കെ വരുമ്പോൾ കാണിക്കാനുള്ള സൗകര്യം വേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു ക്രമീകരണമാണ് ഇത് രണ്ടാമത്തെ നിലയിലുള്ളത്. മൊത്തത്തിൽ നമ്മുടെ രൂപതയുടെ തുടക്കം മുതൽ അതിരൂപതയുടെ തുടക്കം മുതൽ ഈ കാലഘട്ടം വരെ ബൗദ്ധപിതാവിൻ്റെ കാലഘട്ടം വരെയുള്ള സംഭവങ്ങളെ പൊതുവായിട്ട് അവതരിക്കുന്നത്, പ്രത്യേകിച്ചും കാവട്ടുപിതാവിൻ്റെ ജീവിതത്തിലെ ഓറിയന്റേഷനോടെ അവതരിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും നോക്കി. അച്ഛൻ നമ്മൾ പറഞ്ഞു പിതാവിൻ്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ വിശുദ്ധനാക്കാനുള്ള നടപടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ മ്യൂസിയം പോലും തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു പ്രൊസീജിയേഴ്സ് എവിടം വരെ ആയി അച്ഛാ? കത്തോലിക്ക സഭയിൽ ഒരാളെ വിശുദ്ധനായിട്ട് നാമകരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ദീർഘമായ പ്രോസസ്സാണ്. ചിലപ്പോൾ അത് നൂറ്റാണ്ടുകൾ എടുക്കും. അതിന് എക്സെപ്ഷൻ ആയിട്ടുള്ള രക്തസാക്ഷികൾ മാത്രം, റാണി മരിയമ്മയുടെ ഒക്കെ പെട്ടെന്ന് തന്നെ. ബാക്കി സാധാരണ രീതിയിൽ കാലം ചെയ്ത് കടന്നു പോകുന്ന മരണപ്പെടുന്നവർക്ക് ചിലപ്പോൾ അത് ഈ പ്രോസസ്സിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും. 4 ഘട്ടങ്ങളിലൂടെയാണ് ഈ വ്യക്തിയെ ഈ പ്രോസസ്സ് പൂർത്തീകരിക്കുന്നത്. അപ്പം ഒരാൾ വിശുദ്ധനാണ് എന്ന് ജനം കണ്ടു ബോധ്യപ്പെട്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ രൂപതാ മെത്രാൻ ഔദ്യോഗികമായിട്ടും ഇത് തുടക്കം കുറിക്കും, ഈ നാമകരണ നടപടികൾ. അന്ന് മുതൽ ഈ വ്യക്തിയെ ദൈവദാസൻ എന്ന് വിളിക്കാൻ തുടങ്ങും. അതൊരു ശരിക്കും ദീർഘമായൊരു പ്രോസസ്സാണ്. കാരണം ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകളെ കണ്ട് ആള് പഠിച്ചു, അതുപോലെ തന്നെ അവരുടെ പറ്റിയ സാക്ഷ്യങ്ങൾ സ്വീകരിച്ച് ഈ വ്യക്തിയെപ്പറ്റി ഈ ഒരാൾ വിശുദ്ധനാണെങ്കിൽ പുണ്യങ്ങൾ വീരോചിതമായി അഭ്യസിക്കണമെന്നാണ് കത്തോലിക്ക സഭ തെളിയിക്കുക എന്നുള്ളതാണ് ഈ പ്രോസസ്സിന്റെ ലക്ഷ്യം. അപ്പം ഇതിനെപ്പറ്റിയെല്ലാം ഇനിഷ്യൽ സ്റ്റേജിൽ, കാരണം ലോക്കലായിട്ടുള്ള പഠനമാണല്ലോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സമഗ്രമായിട്ട് പഠനം തയ്യാറാക്കും. ഈ പഠനം തയ്യാറാക്കി റിപ്പോർട്ടാക്കും. ആ റിപ്പോർട്ട് അങ്ങനെ പല പുസ്തകങ്ങളും വലിയ തുടങ്ങിയ പുസ്തകങ്ങളാണ്. അതിന് പേരാണ് പൊസിസിയോ എന്ന് പറയും. അപ്പോൾ രൂപതത്തിൽ പൊസിസിയോ തയ്യാറാക്കി രൂപത മെത്രാൻ അത് ഔദ്യോഗികമായിട്ട് രൂപതത്തിൽ നമ്മുടെ പൂർത്തിയായിട്ട് പ്രഖ്യാപിച്ച് റോമിലേക്ക് അയക്കും. എന്നിട്ട് റോം അത് സ്വീകരിച്ച് അതിനെപ്പറ്റി പഠനം നടത്തി ഇത് പഠനമെല്ലാം ശരിയാണ്, ഈ പ്രോസസ്സ് മുന്നോട്ട് പോകാം എന്ന് അവിടുത്തെ റോമിലെ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്ക് വേണ്ടിയുള്ള തിരുസംഘം അവർ അംഗീകരിച്ച് കഴിയുമ്പോൾ ഈ വ്യക്തിയെ ധന്യൻ എന്ന് വിളിക്കും. വെനറബിൾ, സെർവന്റ് ഓഫ് ഗോഡ്, വെനറബിൾ, ധന്യൻ. ധന്യനായി കഴിയുമ്പോൾ കൂടുതൽ ആളുകളൊക്കെ അവരിലേക്ക് എത്തും. ഒരു നല്ല സ്വതവേ നടക്കേണ്ടത്, നമ്മളൊരു പെയ്ഡ് പരിപാടിയായിട്ട് നടക്കുമ്പോഴല്ല, സ്വതവേ ഈ വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ കപടത്തിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. സ്വാഭാവിക സ്വർഗത്തിൻ്റെ ഇൻ്റർവെൻഷൻസ് ആണല്ലോ അടയാളങ്ങൾ നടന്നത്. അടയാളങ്ങൾ നടന്നു കഴിയുമ്പോൾ അടയാളങ്ങൾ ശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത രീതിയിൽ 1-2 അടയാളങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ വ്യക്തിയെ വാഴ്ത്തപ്പെട്ടവനാക്കും, ബ്ലസ്സഡ്. അത് കഴിഞ്ഞ് വീണ്ടും പ്രോസസ്സ് തുടരുകയാണ്. വീണ്ടും അത്ഭുതങ്ങൾ അടയാളം നടന്നു. സാമാന്യ പൊതുജനത്തിൻ്റെ ഈ വ്യക്തിയോടുള്ള ഭക്തി, ദൈവത്തിലേക്ക് അടുക്കുവാനായി വിശുദ്ധൻ്റെ മധ്യസ്ഥം ശക്തമായിട്ട് ഉപയോഗിച്ചു. പ്രത്യേകിച്ചും മനുഷ്യബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ വഴി നടക്കുന്നത് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ഇങ്ങനെ 2 അടയാളം കൂടെ സ്ഥിരീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ വിശുദ്ധൻ, അതായത് സെയിൻ്റായിട്ട് പ്രഖ്യാപിക്കും. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് വാഴ്ത്തപ്പെട്ടവൻ പതിവ് വരെ സഭാതലവൻ, പ്രാദേശിക സഭാതലവൻ, സീറോ മലബാർ സഭയിലാണെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിന് പ്രഖ്യാപിക്കാം. വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാനുള്ള അവകാശം മാർപ്പാപ്പയിൽ മാത്രമായിട്ട് നിക്ഷിപ്തമായിരിക്കും, അതിന് റിസർവ് ചെയ്തിരിക്കുന്നതാണ്. കവട്ടുപിതാവിൻ്റെ നാമകരണ നടപടികൾ രൂപതലത്തിലുള്ള പൂർത്തീകരിക്കപ്പെട്ടു. അതിനുള്ള രേഖകൾ കുർസിസിയെല്ലാം പൂർത്തീകരിച്ചു, റോമിലേക്ക് അയച്ചു. അപ്പം അതിൻ്റെ ആ തിരുസംഘത്തിലേക്ക് അതിൻ്റെ അവസാനത്തെ റിപ്പോർട്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് തിരുസംഘ റിപ്പോർട്ട് സ്വീകരിച്ച് അത് അംഗീകരിക്കുന്ന മുറയ്ക്ക് പിതാവിനെ ധന്യനായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്.
ഈ ഒരു മ്യൂസിയം നിർമ്മിക്കാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? 2010 ബഹുമാനപ്പെട്ട മാത്യു മറ്റത്തിലച്ചൻ കവാട്ടുപിതാവിന്റെ നാമകരണ നടപടികളുടെ വൈസ് കൗൺസിലേറ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിലാണ് ഇങ്ങനൊരു ചിന്ത വന്നത്. അച്ഛനത് ഉത്തരവാദിത്വം ഏറ്റെടുത്തായിരുന്നു. ഇപ്പോൾ 2010 ഇങ്ങനൊരു ചിന്ത വരികയും ചങ്ങനാശ്ശേരി മെത്രോപൊളിറ്റൻ പള്ളിയിൽ അച്ഛൻ താമസിച്ചിരുന്നത് തന്നെയാണ്. അപ്പോൾ അവിടെ പൊതുയോഗത്തിന് മുമ്പാകെ ഈ ഒരു പ്രപ്പോസൽ വെക്കുകയും അതിരൂപതയിൽ ഈ ഒരു പ്രപ്പോസൽ സമർപ്പിക്കുകയും അങ്ങനെ ചങ്ങനാശ്ശേരി പൊതുയോഗവും പള്ളി പൊതുയോഗവും അതിരൂപത കേന്ദ്രവും കച്ചേരിയും ഈ പ്രപ്പോസലിന് അംഗീകാരം കൊടുക്കുകയും അങ്ങനെ ചങ്ങനാശ്ശേരി മെത്രോപൊളിറ്റൻ പള്ളി ദാനമായിട്ട് നൽകിയ സ്ഥലത്ത് ഈ മ്യൂസിയത്തിൻ്റെ പണി ആരംഭിക്കുകയാണ് ചെയ്തത്. ഈ നാമകരണ നടപടികളുടെ ഒരു ഭാഗം തന്നെയാണ് ഈ മ്യൂസിയവും. കാരണം ഈ നാമകരണ നടപടികളിലൂടെ കടന്നു പോകുന്ന വിശുദ്ധനായ വ്യക്തിയെ പറ്റി കൂടുതൽ ആളുകൾ അറിയുവാനും പഠിക്കുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു കേന്ദ്രം എന്ന നിലയിലാണ് മ്യൂസിയങ്ങൾ സാധാരണ അവതരിപ്പിക്കുന്നത്. മറ്റ് മ്യൂസിയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടും ഇതൊരു വ്യക്തിഗത മ്യൂസിയമാണ്. ഒരു കാവട്ടുപിതാവ് എന്നൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നമ്മുടെ രൂപതയുടെ പൊതുവായ ചരിത്രങ്ങൾ മുഴുവൻ ഇവിടെ വരുന്നുണ്ട്. എങ്കിലും പ്രധാനമായും കാവട്ടുപിതാവിന്റെ പേരിലുള്ളതാണ്, കാവട്ടുപിതാവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് പ്രധാന ഇവിടുത്തെ അവതരണങ്ങൾ മുഴുവൻ വരിക. അപ്പം ഈ ഇങ്ങനൊരു മ്യൂസിയം തുടങ്ങുവാനുള്ള പ്രധാന ചിഹ്നം ഇവരുടെ മറ്റത്തച്ഛൻ പറഞ്ഞറിഞ്ഞിരിക്കുക. പിതാവിന്റെ നാമകരണ നടപടികൾ, വിശുദ്ധ പദവിയിലേക്കുള്ള പിതാവിന്റെ ആ പ്രോസസ്സ് അത് അത്രയും സ്പീഡപ്പ് ആകുവാൻ, കൂടുതൽ ആളുകൾ പിതാവിനെ പറ്റി അറിയണം, പഠിക്കണം, പിതാവിന്റെ കബറിങ്കിലേക്ക് എത്തണം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി, അതിനെ ലക്ഷ്യത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മ്യൂസിയം ഇവിടെ ക്രമീകരിക്കുക. 2010 ഭൗതികപിതാവ് കല്ലിട്ട് ആരംഭം കുറിച്ചു. 2023 ഒക്ടോബർ 9 പിതാവിന്റെ പെരുന്നാൾ തന്നെയാണ് തുടങ്ങിയത്. ഈ വർഷത്തെ 2023 ഒക്ടോബർ 9 കാവാട്ടുപിതാവിന്റെ പെരുന്നാളിന്റെ ഭൗതികപിതാവും പെരുന്നോട്ടം പിതാവും തറയിൽ പിതാവും കൂടി ഇത് എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അഭിവന്ദ്യമാർ മാത്യു കാവുകാട്ട് പിതാവിന്റെ പേരിലുള്ളതാണ് ഈ മ്യൂസിയം. കാവുകാട്ട് പിതാവിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? കാവാട്ട് പിതാവ് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാനായിട്ട് 1950 നിയമിതനായത്. 1949 കാളാശ്ശേരി പിതാവ് ആകസ്മികമായിട്ട് കാലം ചെയ്തു. ഹൃദയാഘാതത്തെ തുടർന്ന് 1 വർഷം നമ്മൾക്ക് അഡ്മിനിസ്ട്രേറ്റർ ഭരണമായിരുന്നു. 1950 കാവാട്ട് പിതാവും ചങ്ങനാശ്ശേരിയുടെ മെത്രാനായിട്ട് നിയുക്തനായി. 1956 നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപത ഉയർത്തപ്പെട്ടപ്പോൾ കാവാട്ട് പിതാവും മെത്രാപ്പൊലിത്തിയായി. അങ്ങനെ നമ്മുടെ അതിരൂപത ആദ്യത്തെ മെത്രാപ്പൊലിത്തിയാണ് കാവാട്ട് പിതാവ്. പിതാവ് പാലക്കാരനാണ്, പ്രവിത്താനക്കാരനാണ്. പ്രവിത്താനം കാവുകാട്ട് അവിടുത്തെ ഒരു പുരാതന കുടുംബമാണ്. പ്രവിത്താനം കാവുകാട്ട് മാഞ്ചേരിൽ എന്നാണ് പിതാവിൻ്റെ കുടുംബ പേര്. അപ്പം അവിടെ കാവുകാട്ട് മത്തച്ഛൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആൾ. പിന്നെ നമ്മുടെ SP കോളേജിൽ ആദ്യത്തെ ബാച്ചിൽ 1922 ജൂൺ 16 ആരംഭിച്ച് SP കോളേജ് ഫസ്റ്റ് ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റാണ്. ഇങ്ങനെ നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി സെമിനാരിയിൽ ചേർന്നു. ഡിഗ്രി പഠനത്തിന് ശേഷം തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ ഡിഗ്രി എടുത്തു. അതിനുശേഷം പിതാവ് ചങ്ങനാശ്ശേരി ഇപ്പോൾ കോട്ടയത്തുള്ള മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൻ്റെ സെൻട്രൽ ഹൗസ് ആയിരിക്കുന്ന അവിടെയായിരുന്നു നമ്മുടെ കോട്ടയം സെമിനാരി, മൈനർ സെമിനാരി അവിടെ ചേർന്നു. ആലുമംഗലം സെമിനാരി പഠിച്ചു, വൈദികനായി. പിന്നെ പല നമ്മുടെ കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സിലൊക്കെ കുറച്ചു കാലം അധ്യാപകനായത്, ഹെഡ് മാസ്റ്ററായിട്ടും പിന്നെ പാലാ കേംബ്രിഡ്ജിൽ കുറച്ചു കാലം അധ്യാപകനായിരുന്നു. അതിനുശേഷം കാളാശ്ശേരി പിതാവ് SP കോളേജിൽ സുറിയാനി അധ്യാപകനും ഹോസ്റ്റൽ വാർഡനും ഒക്കെയായിട്ട് നിയമിച്ചു. അങ്ങനെ ആ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിതാവ് മെത്രാനായിട്ട് നിയുക്തനായി ചങ്ങനാശ്ശേരി. പിന്നെ കാളാശ്ശേരി പിതാവിൻ്റെ കാലത്തിന് ശേഷം നമ്മുടെ രൂപത ചങ്ങനാശ്ശേരി രൂപത, വിശാലമായ ചങ്ങനാശ്ശേരി രൂപത, പാലാ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പാലായിൽ കാവട്ടുപിതാവിന് തന്നെ സതീർത്ഥ്യം സ്കൂളിലും സെമിനാരിയിലും ഒക്കെ ഒരുമിച്ച് പട്ടമേറ്റ മാണിക്കുട്ടീച്ചൻ എന്ന് പറയുന്ന വയൽ പിതാവാണ് പാലായിൽ മെത്രാനായിട്ട് നിയമിക്കുന്നത്. അപ്പം ക്ലാസ്മേറ്റ്സ് ആയിരുന്നു രണ്ടുപേരും ചങ്ങനാശ്ശേരിയും പാലായിലും മെത്രാനായിട്ട് വന്നത്. റോമിൽ വെച്ച് 1950 പിതാവിൻ്റെ മെത്രാഭിഷേകം നവംബർ മാസത്തിൽ നമ്മുടെ ടിസ്രാൻ പിതാവ്, കാരണം ടിസ്രാനാണ് ഇവർക്ക് മെത്രാൻ പട്ടം കൊടുത്തത്. ഇതാണ് പിതാവിൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒത്തിരിയേറെ ഒരു വിശുദ്ധോചിതമായ ജീവിതം പുലർത്തിയ. കാരണം ഇപ്പോഴും ചങ്ങനാശ്ശേരിക്കാർക്ക് കാവാട്ട് പിതാവ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വികാരമാണ്. എത്ര വലിയ പ്രതാപത്തിൻ്റെയും ഒക്കെ മുകളിൽ നിൽക്കുമ്പോഴും പിതാവ് വളരെ സാധാരണക്കാരായിട്ട് ജീവിക്കാനായിട്ട് പിതാവിന് സാധിച്ചു എന്നുള്ളതാണ്. പിതാവ് പിന്നെ ഒത്തിരി സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോയത്.
ഒരു വിശുദ്ധ നമ്മൾ നാമങ്ങളെ പറ്റി ചിന്തിക്കുമ്പോഴാണ് ഞാൻ വിശുദ്ധി വീരോചിതമായി അഭ്യസിച്ചു. ഓരോ വിശുദ്ധ പുണ്യങ്ങളും പിതാവിൻ്റെ ചുറ്റും നോക്കുമ്പോൾ അതെല്ലാം ഒരു സാധാരണ പോലെ കടത്തിവിടുകയല്ലായിരുന്നു. അതെല്ലാം വീരോചിതമായിട്ട് അഭ്യസിക്കുവാനായിട്ട് ശ്രമിച്ചു. ഒത്തിരിയേറെ സഹനത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ കാണാത്ത, നമുക്കറിയാത്ത ഒത്തിരിയേറെ സഹനത്തിൻ്റെ തലങ്ങളുടെ പിതാവിനുണ്ട്. അവിടെയെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് ആ സഹനത്തെ നേരിട്ട് 1961 പിതാവിന് ഈ ക്യാൻസർ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ക്യാൻസറിൻ്റെ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടായിരുന്നു. ഇതെല്ലാം പക്ഷേ അന്ന് വിശാലമായ ചങ്ങനാശ്ശേരി രൂപത, കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരിയിലാണ് തെക്കൻ മിഷൻ, ഇന്നത്തെ തക്കല രൂപത മുഴുവൻ ചങ്ങനാശ്ശേരിയിലാണ്. അങ്ങനെ വിശാലമായ ഈ മലനാടും ഇടനാടും കുട്ടനാടും തമിഴ്നാടും എല്ലാം കൂടെ കൂടുന്ന വിശാലമായൊരു ചങ്ങനാശ്ശേരി രൂപതയുടെ മെത്രാനായിരിക്കും. ഈ രോഗാവസ്ഥയിൽ പിതാവ് താല്പര്യപൂർവ്വം അത് തൻ്റെ അജപാലനത്തിൽ നിർവഹിച്ചു എന്നുള്ളതാണ്. തൻ്റെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളൊന്നും മറ്റുള്ളവർക്ക് തടസ്സമാകാതെ അതെല്ലാം ഒക്കെ സാരയില്ല എന്ന രീതിയിൽ എടുത്തുകൊണ്ട് പിതാവ് തൻ്റെ അജഗണത്തിൻ്റെ സന്തോഷം, പ്രത്യേകിച്ചും കിഴക്കൻ മേഖല, ഹൈ റേഞ്ച് മേഖലയിലൊക്കെ അജപാലന സന്ദർശനം പോകുമ്പോൾ ഒത്തിരി സഹനത്തിൻ്റെ അവസരങ്ങളായിരുന്നു പിതാവിന്, പ്രത്യേകിച്ച് രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട്. ഇവിടെയെല്ലാം പുഞ്ചിരിയോടെ അജഗണങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. 1969 ഒക്ടോബർ 9 രാവിലെ 5:30 പിതാവ് കാലം ചെയ്യുന്നത്. പിറ്റേ ദിവസം തൊട്ട് പിതാവിനെ ആ മനുഷ്യരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ദൈവിക പരിവേഷം പിറ്റേ ദിവസം പിതാവിൻ്റെ കബറടക്കം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ പത്രത്തിൽ പിതാവിൽ നിന്ന് ഉപകാരസ്ഥാനം സ്വീകരിച്ചതായിട്ട് പരസ്യം വന്നു എന്നുള്ളതാണ്. അന്ന് മുതൽ ജനഹൃദയത്തിലേക്ക് പിതാവാണ് കാവട്ട് പിതാവ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ തിരുനാൾ ഒക്ടോബർ 9 രാത്രിയിൽ നടക്കുന്ന ഓർമ്മ പെരുന്നാളുകൾ എത്രയോ ആയിരങ്ങൾ വന്നു പോകുന്നതാണ്. പ്രത്യേകിച്ചും ആ പൊതിച്ചോറ് നേർച്ചയ്ക്കൊക്കെ ആയിട്ട് എത്രയോ ദൂരങ്ങളിൽ നിന്ന് പൊതിച്ചോറ് നേർച്ച കൊണ്ടിരുന്നു. ഒരു വറ്റി ചോറ് വേണം, ഒരു പിടി ചോറ് വേണം പറയാൻ എത്ര പേര് ഒരു 3 മണി 3:30 വരെ 4 മണി വരെയൊക്കെ ക്യൂ നിൽക്കാറുണ്ട്. അത്രയേറെ ഒരു ആത്മബന്ധവും ഒരു സ്വർഗീയ മധ്യസ്ഥനോടുള്ള അടുപ്പവും ഒക്കെ കാവട്ട് പിതാവിനോട് ഇവിടുത്തെ ജനവും ഇവിടുത്തുള്ള ജനവും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വിശുദ്ധ സഞ്ചാരത്തിന്റെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയത് അഭിവന്ദ്യമാർ മാത്യു കാവുകാട്ട് പിതാവിന്റെ പേരിലുള്ള ഈ മനോഹരമായ മ്യൂസിയമാണ്. ശരിക്കും ഈ മ്യൂസിയം നിങ്ങൾക്ക് വേണ്ടിയാണ് തുറന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മ്യൂസിയത്തിൽ വരാം. പിതാവിന്റെ ജീവിതത്തിലെയും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തന്നെ ഒരു ചരിത്രം മനസ്സിലാക്കാൻ ഈ മ്യൂസിയം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട ജോൺ പ്ലാത്താനത്തച്ഛന് നന്ദി.